സോ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് നമ്പർ 4. നമ്മളിന്ന് നമ്മുടെ മുരുകൻ കോവിലില്ലേ, നമ്മളിവിടുത്തെ മലേഷ്യയിലെ മുരുകൻ കോവിലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം മെട്രോ ഇവിടെ ഇലക്ട്രിക് എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് മറ്റേ മെട്രോ, നമ്മുടെ നാട്ടിലെ മെട്രോ ഇവിടെ വേറെ എന്തോ പേര്, ഇലക്ട്രിക് എന്നാണ് പറയുന്നത്, ഇലക്ട്രിക്. അപ്പോൾ ആരടുത്തും വഴി വെച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട്, ഇവിടെ മെട്രോ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഇലക്ട്രിക് എന്നാണ് പറഞ്ഞത്. അതെ. ഇപ്പൊ നിങ്ങൾ നമുക്ക് നേരത്തെ കണ്ട വീഡിയോസിൽ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഇത്രയും പ്രതീക്ഷയില്ല, കാരണം ഇപ്പം യൂട്യൂബിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കോണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു 2 പെൺപിള്ളേർ ട്രാവൽ ചെയ്യുന്നതിന്റെ വീഡിയോക്കൊക്കെ എത്ര അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷയില്ല. എനിവേസ് താങ്ക് യു ഫോർ ദാറ്റ്. അപ്പം നമുക്കിനി ഇന്നത്തെ ബാറ്റു കേവ്സ് കാഴ്ചകൾ കാണാം. കോലാലംപൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബാറ്റു കേവ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ഒരു മെട്രോ മാറി കയറി ഒരു മെട്രോയിൽ ഒരു ഡെസ്റ്റിനേഷൻ വരെ ചെല്ലണം. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ബാറ്റു കേവ്സ് വരെയുള്ള മെട്രോ പിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കയറിയ സ്ഥലത്തായിരുന്നില്ല അങ്ങോട്ടേക്കുള്ള മെട്രോ കിട്ടുക. അപ്പം നമ്മൾ ആ ബാറ്റു കേവ്സിലേക്കുള്ള മെട്രോ കിട്ടുന്നത് വരെയുള്ള സ്പേസ് വരെ ഞങ്ങൾ നടന്നു. ഇന്ന് ഫുള്ള് നടത്താൻ തന്നെയായിരുന്നു കേട്ടോ, കാരണം ഒരുപാട് നടക്കാണ്ടായിരുന്നു. അങ്ങനെ പേസർ സെനി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ നമ്മൾ KL സെൻറ്ററിലേക്ക് പോയി അവിടെ നിന്നാണ് ബാത്തു കേവ്സിലേക്ക് പോകുന്നത് കേട്ടോ. അതിൻ്റെ മാപ്പ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോലൊക്കെ തന്നെ, ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പക്ഷെ ബാംഗ്ലൂർ ഇത്രയും ലൈനൊന്നുമില്ല, ഒരു ഗ്രീൻ ലൈന് പർപ്പിൾ ലൈന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു പർപ്പിൾ ഗ്രീന് അതേ ഉള്ളൂ. ഇവിടെ എത്ര ഓറഞ്ച്, റെഡ്, ഗ്രീൻ, ഇതെന്തുവാ ബ്ലഡ് കളർ, മെറൂൺ, ബ്ലഡ് കളറാണ്, ബ്ലഡ് റെഡ്, ഇത് സോറി റെഡ്, ഇതൊക്കെ ഈ കളർ വരെ ഉണ്ട്. പർപ്പിൾ വരെ ഉണ്ടല്ലേ. ഇത് പർപ്പിൾ ആക്ച്വലി ബാംഗ്ലൂരുണ്ട്. ഇത് ബ്രൈറ്റ് ഗ്രീൻ, ചാണകപ്പച്ച അല്ലേടി, അത് വേറെന്തൊരു ഒരു പച്ച. ഞങ്ങൾ അങ്ങനെ ചാണകപ്പച്ചെന്ന് പറയാറ്. ഉസ്മാൻ പച്ച, ചാണകപ്പച്ച. അപ്പൊ ആ ചേച്ചിയുടെ പച്ചക്ക് എന്താ പറയാ? പാരറ്റ് പച്ച. കോടിയ തത്തം പച്ച അല്ല, തത്തം പച്ച കുറച്ചുകൂടെ പയർ പച്ചയാണ്. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചത് ചാണകപ്പച്ചയാണ്. ഒന്നും പറയണ്ട, ഞാൻ മാറ്റി. സോ നമ്മൾ മെട്രോക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. നമുക്ക് കുറച്ച് 1-2 ദിവസം ഒക്കെ അങ്ങനെ പോയി തുടങ്ങിയാൽ മനസ്സിലാവും കേട്ടോ. ആദ്യമായിട്ട് ആകുമ്പോഴാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ ഇംഗ്ലീഷിലൊക്കെ എഴുതിയത് കുറവാണ്, അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പം ഇവിടെ ഞങ്ങൾ അടുത്തൊരു ചേച്ചി വന്നിട്ട് ആ ചേച്ചിക്ക് ടിക്കറ്റ് എടുക്കാൻ അറിയില്ല, അപ്പോൾ എങ്ങനെ എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കിയത്. കാരണം ഇവിടെ 5 റിങ്കറ്റും 1 റിങ്കറ്റും മാത്രമേ നോട്ട്സായിട്ട് അവർ എടുക്കുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ പോയി ചേഞ്ച് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഈ ചേച്ചിയുടെ കയ്യിൽ 20-ൻ്റെ എന്തോ 10-ൻ്റെ എന്തോ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് പറ്റുന്നുമില്ല. അല്ലെങ്കിൽ എടുക്കാനൊക്കെ സുഖമാണ്. നമുക്ക് ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ, മെട്രോയിൽ ആദ്യം പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നു. പ്ലാറ്റ്ഫോം നമ്പർ 2 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ, നമ്മുടെ മുരുകൻ കോവിലിൻ്റെ അങ്ങോട്ടേക്ക്. ഓക്കെ, ബാറ്റു കേവ്സിലോട്ട് ഏകദേശം ഒരാൾക്ക് 1.50 റിങ്കറ്റായി എവിടത്തേക്ക്, നടുവിലേക്കുള്ള പോർഷനിൽ KL മാർക്കറ്റിലോട്ട്. അവിടെ നിന്ന് വീണ്ടും 2 റിങ്കറ്റാണ് നമ്മുടെ മെയിൻ ബാറ്റു കേവ്സിലേക്ക്. അപ്പോൾ ഒരാൾക്കൊരു 3.5 റിങ്കറ്റ്, അത് ഒരു റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ 17, 18, 19 റുപ്യോളം ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾക്ക് ദാഹിച്ചിട്ട് വയ്യ, അപ്പോൾ വെള്ളം തപ്പി നടക്കുകയാണ്. വാഷ്റൂംസൊക്കെ കുഴപ്പമില്ല, വാഷ്റൂംസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന് എന്താ പറയുക, വൃത്തിയുണ്ട്. നമ്മൾ നാടിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ വൃത്തിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റൊക്കെ കുറച്ച് അൺഹൈജീനിക് ആവാറുണ്ടല്ലോ പല സന്ദർഭങ്ങളിലും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ. അങ്ങനെ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അവിടെ ഞങ്ങൾക്ക് കോയിനാണ് കിട്ടിയത്. ആദ്യത്തെ സ്ഥലത്ത് കോയിനാണ് കിട്ടിയത്. രണ്ടാമത്തെ അടുത്ത് മെട്രോയുടെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന പരിപാടി, നമ്മളെ കൊച്ചിൻ മെട്രോയിലെ പോലെ. ബാംഗ്ലൂർ മെട്രോയിൽ കോയിനാണ്, കൊച്ചിൻ മെട്രോയിൽ ഈ സ്കാൻ ചെയ്യുന്ന ഒരു QR കോഡുള്ള പേപ്പറാണ് കിട്ടുക. കാർഡായിട്ടും കിട്ടും, പേപ്പറായിട്ടും കിട്ടും. അപ്പോൾ ഇവിടെ പേപ്പറായിട്ടാണ് കിട്ടിയത് കേട്ടോ.
ഓക്കെ ആണോ? ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യ തന്നെയാണ് ബെറ്റർ, എസ്പെഷ്യലി കേരള ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ക്യാഷ് കൊടുക്കാണ്ട് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞ് പൈസ കൊടുക്കണം. നമ്മള് അവിടെ ഇരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ച് വെള്ളം ഫ്രീ ആയിട്ടുണ്ടോന്ന്. ഇല്ല, എല്ലാത്തിനും വെള്ളം, നീ എല്ലാം വെള്ളം കുടിക്കുമ്പോൾ പൈസ കൊടുക്കണോ? നമുക്ക് വെള്ളത്തിന് നല്ല പൈസ ഉണ്ട് ഇവിടെ. എത്ര ഒരു 1 ലിറ്ററിന് 2.5 അല്ലേ? 2.5 നാട്ടിലെ ഒരു 50 രൂപ ഇവിടെ അടുത്തുണ്ട് 1 ലിറ്ററിന്. നമ്മുടെ നാട്ടിലെ മറ്റിവിടെ കിട്ടുന്ന വെള്ളത്തിന്റെ പോലെ ഇരിക്കും. നമ്മുടെ എന്താ സ്ഥലത്തിന് പറയാ, തിയേറ്ററിൽ കിട്ടുന്ന PVR കിട്ടുന്ന വെള്ളം അത് എക്സ്പെൻസീവ് ആണല്ലോ. ഇനി നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് ഹിമാലയ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കമ്പനി വെള്ളങ്ങളല്ലേ. ഇവിടെ നോർമൽ വെള്ളത്തിന് പറയുന്ന എമൗണ്ട് ബാട്ടു കേവ്സിലേക്കുള്ള മെട്രോക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അടുത്ത മെട്രോ അപ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടുന്ന് അതാണ് ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ. അപ്പം അങ്ങോട്ടേക്കുള്ള മെട്രോ വന്നു. ഈ ഓരോ മെട്രോയും ഓരോ രീതിയിലാണ്. രസമുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് മെട്രോ സിറ്റി ഓഫ് കോഴ്സ് ഓരോ സിറ്റി ഓരോ രീതിയിലുള്ള ഭംഗി നമുക്ക് കാഴ്ചവെക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. അങ്ങനെ ബാട്ടു കേവ്സിലേക്കുള്ള മെട്രോ വന്നു. ഇനി ഇവിടുന്ന് അവസാനത്തെ സ്റ്റോപ്പാണ് ബാട്ടു കേവ്സ്. അപ്പോൾ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ നടന്ന് കയറുന്ന തന്നെ കേവിലോട്ടാണ്, മുരുകൻ്റെ ടെമ്പിളിലോട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് ചന്തു ആണ് പറഞ്ഞത്, ഇങ്ങനെ മുരുകൻ ടെമ്പിൾ ഉണ്ട്, നീ എന്തായാലും അവിടെ പോകണം. കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് 2 പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ടല്ലോ, നമ്മുടെ വള്ളിനാഥൻ്റെ എന്തായിരുന്നു പളനിക്കുന്ന് പളനി അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. വിശ്വാസം ഉള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനിതേ നടന്ന് ചെല്ലുകയാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് പ്ലസ് സന്തോഷം പ്ലസ് ഭയങ്കര ഒരു ഫീലിങ്, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഇനി ബാക്കി നമുക്ക് കണ്ടറിയാം കേട്ടോ. അതായത് ഞാൻ ഇവർക്ക് വിസ ഇവിടെ നിൽക്കാനുള്ള അങ്ങനെ വിസയും കാര്യമൊക്കെ ഉണ്ടാവുമോ? ഇവരിവിടെ വന്ന് സെറ്റിൽ ആയവരായിരിക്കും, ഇവിടെ വന്ന് നിൽക്കുന്ന ഈ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവരായിരിക്കും. നമ്മുടെ മുരുകൻ കോവിലിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കുറച്ച് ചേച്ചിമാർ അവിടെ ഇരിക്കുന്നുണ്ട്, ഹനുമാൻ കോവിലിൻ്റെ ഫ്രണ്ടിൽ. അവർ കൈനോട്ടത്തിന് വേണ്ടി ഇരിക്കുന്ന ചേച്ചിമാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് അവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടുത്തെ വിസ ഉണ്ടോ, ഇവിടുത്തെ റെസിഡൻസി ആ സംഭവം ഉണ്ടോ, എന്താണ് PR പെർമനൻറ്റ് റെസിഡൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അവരുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഓരോരോ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ താമസിക്കും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൈനോട്ടം ഒരു ജോലിയായിട്ട് ഇരുന്നിട്ട് അവരവരെ കുലത്തൊഴിൽ ചെയ്യുവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പം ഇങ്ങനെ പോകുന്ന വഴിയിൽ കുറേ കുരങ്ങന്മാരുണ്ട്. നമ്മുടെ നാട്ടിലെ കുരങ്ങന്മാരെ പോലെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നില്ല. എല്ലാ കുരങ്ങന്മാരും കൊടുത്താലാണ് അവരത് മേടിക്കുന്നത്. നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ പിന്നെ ഇവിടെ മുരുകൻ കോവിലിൻ്റെ ബാക്കിലൊരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. മുരുകൻ കോവിലല്ല, ഹനുമാൻ കോവിലിൻ്റെ. ഫസ്റ്റ് നമ്മൾ മുരുകൻ കോവിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഹനുമാൻ കോവിലാണ് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിറ്റിട്ടുണ്ടാകും. കുറച്ച് നാടിൻ്റെ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ഇന്തോനേഷ്യയിലുള്ള ഒരു വ്ളോഗറാണ്, ഞാൻ പരിചയപ്പെട്ടിരുന്നു. അവരുടെ യൂട്യൂബ് ചാനലിൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്തു, എൻ്റെ യൂട്യൂബ് ചാനൽ അവരും സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നാരിയൽ പാനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടി നല്ല സുന്ദരിയായിട്ട് ക്യൂട്ടായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ കുട്ടീനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മാങ്ങയുടെ ഒക്കെ വലിപ്പം കണ്ട് ഞങ്ങൾ ഞെട്ടി, ഭയങ്കര വലിയ മാങ്ങ. പിന്നെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ലഡ്ഡു ജിലേബി, നമ്മൾ പൂരപ്പറമ്പിലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ഇപ്പം നമ്മളെ മലയാറ്റൂർ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടാറില്ലേ ആ കടികൾ, ആ സംഭവങ്ങളൊക്കെ അതുപോലത്തെ മിക്സ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ലഡ്ഡു ഒക്കെ ഉണ്ടായിരുന്നു. ലഡ്ഡു ഒരെണ്ണം ചോദിച്ച് മേടിച്ച് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുരുകൻ കോവിലിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മുടെ ബാട്ടു കേവ്സ്, ഇതിനകത്തോട്ട് കയറണം, ഇവിടെയാണ് അമ്പലം. ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. ഈ കാണുന്ന സ്റ്റെപ്പ് അത്രയും ഞങ്ങൾ കയറി, ഞാനും ലുലും. ഞാൻ കയറുന്നതായിട്ട് ലുലു അത്ഭുതപ്പെട്ടെ, നീ ഇതൊക്കെ കയറുമോ എന്നുള്ള മൈൻഡ്. പിന്നെ കയറുന്നതിൻ്റെ മുന്നിൽ തന്നെ കുറേ പ്രാവുകളുണ്ട് കേട്ടോ. ഈ പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കുന്നൊക്കെ അവിടെയുള്ള വിനോദസഞ്ചാരികളുടെ ഒരു ഹോബിയാണ്. അപ്പോൾ അവരൊക്കെ അത് ചെയ്യുന്നുണ്ട്.
നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഫോട്ടോ റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ നല്ല ക്യാമറമാനും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ മുരുകൻ്റെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പ് അത്രയും കയറി ഇങ്ങെത്തണം, അവിടത്തേക്ക് കയറണം. അപ്പോൾ ഇതേ ബാട്ടു കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ലവ് ബാട്ടു കേവ്സ് അത് ഇരിക്കുന്നു. അപ്പോൾ ഞാനിതേ വലത് കാല് വെച്ച് 1ാമത്തെ പടി മുതൽ അങ്ങറ്റം വരെ കയറി തുടങ്ങി കേട്ടോ. ഞാൻ ഒറ്റയടിക്ക് കയറിയിട്ടില്ല, എന്നാലും ഒരു 2-3 തവണ നിർത്തിയിട്ടുണ്ട് കയറിയത്. ഇവിടെ ഒരു പകുതിയോളം കയറി എത്തി. ഇനി ഇച്ചിരി കൂടെ ഉണ്ട് എനിക്ക് മേലോട്ട് കയറാൻ. അങ്ങനെ മേലെ കേവ്സിൻ്റെ ഉമ്മറത്തെത്തി, അതായത് നടയിൽ, മുരുകൻ്റെ നടയിലെത്തി. ഇവിടെ ഈ കേവ് അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് ഇനിയും ഇച്ചിരി കൂടെ ഒന്ന് കയറാനുണ്ട്. അതും കൂടെ കയറിക്കഴിഞ്ഞ് അവസാനമുള്ള ഏറ്റവും മേലെത്തിയിട്ട് താഴോട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കൂ. കേവ് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് കോവിലിൽ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ വേറൊരു കുഞ്ഞു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൽ കയറിയിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുക. അപ്പം ഞാനിതേ അകത്തോട്ട് കയറണമെങ്കിൽ ഒരു കുഞ്ഞ് സ്റ്റെപ്പ്, ഇത്രയും ഇല്ലെങ്കിൽ കുഞ്ഞ് സ്റ്റെപ്പ് നമ്മൾ കയറണം. മുരുകൻ കോവിൽ കയറണം കേട്ടോ. ഇവിടെ കയറിയ ആദ്യം ഗണപതി ഭഗവാന്റെ അടുത്തുള്ള പൂജയുടെ അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം വള്ളിനാഥൻ, അതായത് വേൽമുരുകൻ, വേലായുധൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ മുരുകൻ ദൈവത്തിന് പൂജ ചെയ്യുന്നത് കാണാൻ പറ്റി. ആദ്യം അങ്ങനെ അഭിഷേകം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് മേലോട്ട് കയറി കഴിഞ്ഞാൽ വള്ളി ദേവിയുടെ കോവിലുണ്ട്. അപ്പോൾ അവിടെ അടച്ചിട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കയറി ആ കേവിൻ്റെ എക്സ്പ്ലോർ ചെയ്തൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പ്ലസ് ഒരു പോസിറ്റീവ് വൈബ് മനസ്സിൽ വെച്ചുകൊണ്ട് തിരിച്ചിറങ്ങി. ഭയങ്കര മനസ്സിനൊരു സമാധാനം. അങ്ങനെ ഇവിടെ മൊത്തം ചുറ്റി കണ്ടു. വള്ളി ദേവീനെ കണ്ടു, മുരുകൻ ഭഗവാനെ കണ്ടു. അവരുടെയൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ കണ്ടു. ആൻഡ് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരൊക്കെ ഒരിക്കലെങ്കിലും വരിക. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഭയങ്കര എനിക്ക് അങ്ങനെ പറഞ്ഞറിയിക്കട്ടെന്നറിയില്ല. ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡും ഭയങ്കര ഒരു ആശ്വാസവും ഒക്കെയാണ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. Lulu. Yeah, My sister. hi. Your sister? Yes. Okay. Karima, hi. Yes. Hi, how are you? Yeah, I saw you. Yes. Her mother? Yes, mother to Sarah. Okay. Hi. That's the one. If you are from India. Oh, I have a friend from India. Name is Binu. Binu? Yeah. Okay. She has my In friend. She America. has a daughter who's my friend. Her name is Athira. Athira. Yeah. Yeah. So you're from, you are living in USA? Yeah. You all are from USA? No, she's ഇയാള് മൊറോക്കോ. Basically Morocco ആണ്. You both are from I Morocco. was born in Italy. We live in America. She was born in Morocco. My Okay. father was born in Lebanon. Lebanon. Okay. Your good name? Chiamato taxi o cancellato. Your name? Are you name? What's your name? Sarah. Sarah. Devo trovarti lì. Io. Tell once more. She wants to take pictures with you guys. With us. Oh, sure. Yeah, okay. Sure means കുച്ച് ഹോത്താ. എന്റെ ഫാൻസ് ആണ് ഫ്രം മൊറോക്ക. നീ എങ്ങനെ പോയി കണ്ടത് എനിക്ക് മനസ്സിലാവാത്ത. അത് ഞാൻ അവിടെ മുരുകന്റെ അമ്പലത്തില് പ്രാർത്ഥിക്കാൻ പോയപ്പോ ഞാൻ അവിടെ
അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചുമ്മാ വെറുതെ വേറെ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ സംസാരിച്ച് കമ്പനിയായി. അറബിയൊക്കെ ഒന്ന് സംസാരിക്കുന്നു എന്റെ അടുത്ത്. ലുലുന്ന് സംസാരിച്ച് ആകെ ഷോക്കായി പോയി കേട്ടാ. ആ പെണ്ണിന്റെ പേര് ആയിഷ എന്നാ. ആണോ? ഫ്രണ്ട്സായി. മൊറോക്കൻ ഫ്രണ്ടിനെ കിട്ടി. ബെസ്റ്റ് ഫ്രണ്ട്സ് കംഫർട്ട് സോണൊക്കെ ആയ. ഞാൻ ചില നേരത്ത് അങ്ങനെയാ, ചില നേരത്ത് ഭയങ്കര എന്താ പറയാ എക്സ്ട്രോവേർട്ടും, ചില നേരത്ത് ഭയങ്കര ഇൻട്രോവേർട്ടും ആണ്. ഇപ്പൊ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. സന്തോഷമുണ്ടല്ലോ നമുക്ക്. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു അവസരത്തിൽ തദവസരത്തിൽ എത്തി നിൽക്കുന്നു. ഈ തദവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഇനി എന്നാണ് കാണുക? അങ്ങനെ മുരുകനോട് നമുക്ക് ടാറ്റ പറയാലോ. ഇവിടെ എന്ന് കാണും വള്ളിദേവിയില്ലേ നീ പറഞ്ഞ അപ്പുറത്തുള്ളത്? വള്ളിദേവി. പക്ഷെ വള്ളിദേവിനെ ഇവിടെ കാണുന്നില്ലല്ലോ. വള്ളിദേവി ഇതിലുണ്ടോ? ഇത് ഗണപതി കോവിലാ. അത് ഗണപതി. അവിടെ ആഞ്ജലേയൻ. അതോ ആഞ്ജനേയൻ ആരാ? ആഞ്ജലേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ. ആഞ്ജനേയൻ. സോറി. ഓക്കേ, സോ മൂവ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു സായിപ്പിനെ കണ്ടപ്പോൾ ആ ചേട്ടനെ കാവാത്ത് മറന്നു. അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് ക്യാമറ പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൊക്കത്തില്ലേ ഞാൻ കിട്ടുന്നില്ലെങ്കിൽ അപ്പം കോലാലംപൂർ സിറ്റിയിലാണുള്ളത്. കോലാലംപൂർ മെട്രോ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ട്വിൻ ടവർ കാണാൻ പോകണം, വേറെ കാണാൻ പോകണം. എനിക്കിനൊന്നും അറിയില്ല, ഇവളിങ്ങനെ കൊണ്ടുപോകുന്നു, ഞാൻ പോകും. ദാറ്റ്സ് ഓൾ. അപ്പോൾ വരൂ ഗായ്സ്. താങ്ക് യു. எங்க இருக்கீங்க? பெட்ரோமேக்ஸ் ட்வின் டவர். പെട്രോമാക്സ് പെട്രോമാക്സ് എവിടെ എഴുതിയിട്ടില്ലേ? വേറെ എന്തൊക്കെയൊക്കെ എഴുതുന്നത് KLCC എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഫൈനലി നമ്മൾ ട്വിൻ ടവറിൻ്റെ അവിടെ എത്തി. എന്താണ് ഒന്നും പറയാനില്ല? നിനക്ക് എക്സൈറ്റ്മെന്റും ഇല്ലല്ലോ. എക്സൈറ്റ്മെന്റ് അല്ല, ഞാൻ ഇങ്ങനെ നോക്കുക മൊത്തം ബിൽഡിങ്. കുറെയൊക്കെ ഹൈദരാബാദ് ഫീൽ ചെയ്യുന്ന എനിക്ക്. നമ്മുടെ നാടിന്റെ ഒരു ഫീല് എവിടേക്കോ ഉണ്ട്. ട്വിൻ ടവർ മൺഡേസിൽ നമുക്ക് വർക്കിംഗ് ആയിരിക്കില്ല. അതിനകത്തോട്ട് ഏറ്റവും മേലോട്ട് കയറാനുള്ളത്. ടിക്കറ്റൊന്നും കിട്ടില്ല. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഭയങ്കര എക്സ്പെക്റ്റേഷൻസോട് കൂടിയിട്ടാണ് അകത്ത് കയറുന്നത്. ഇപ്പം മേലെ കയറാമെന്നല്ല, പക്ഷെ പറ്റിയില്ല. മോളിൽ മാത്രം കയറി കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. കുറേ ഉണ്ട് കേട്ടോ, കുറേ പോർഷൻസിലായിട്ട് മോൾസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി 1-2 സാധനങ്ങൾ മേടിച്ചു, അത്ര തന്നെ. ഇതാണ് അപ്പോൾ നമ്മുടെ ട്വിൻ ടവർ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാണ്ടൊരു പരിപാടി ഇല്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വിദേശ രാജ്യങ്ങൾ കറങ്ങുന്നതിൽ കുറച്ചും കൂടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി എന്നെപ്പോലെ ബാച്ചിലറായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടിക്ക് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്ന, അങ്ങനെ ഇപ്പോൾ ബിസിനസ് അങ്ങനെ ഒന്നും അല്ലാണ്ട് ചെറിയൊരു എമൗണ്ടിൽ പൈസ സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു കൺട്രി ആണ് ഇത്. നിങ്ങൾക്കിതൊരു മോട്ടിവേഷൻ ആയാൽ എനിക്ക് അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ എൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് കയറണം. ഇതൊക്കെ ഞാൻ TV-യിലും പത്രത്തിലും ഫോട്ടോയിലും ഒക്കെ കണ്ടിട്ടുള്ള പരിപാടിയാണ്. ഞാൻ വാർത്ത വായിക്കുന്ന സമയത്ത്, ലൈക്ക് വിദേശ വാർത്തകളൊക്കെ വായിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം അവിടെ അപ്പം നമ്മളിത് എത്തി നിൽക്കുന്നു. ഈ മോളിനകത്ത് എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും ഉണ്ട്. അപ്പം എല്ലായിടത്തും കയറി എന്തെങ്കിലുമൊക്കെ മേടിക്കാനുള്ള, അതൊന്ന് അഫോർഡ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇനിയും ഇതുപോലെയുള്ള ഇതേ സ്ഥലത്ത് വന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ലിപ്സ്റ്റിക് ബ്രാൻഡ് സൂപ്പറാണ്. ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു കേട്ടോ. ഇവിടുന്ന് അത്രയും കൊതി തോന്നിയിട്ട് മേടിച്ചതാണ്. ടോം ഫോർഡിൻ്റെ. അമ്മയുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു പണ്ട്, അത് ഞാൻ കണ്ടു. ഇത് രാത്രിയിലെ വ്യൂ ആണ് ഈ കാണുന്നത്. റിയലി ബ്യൂട്ടിഫുൾ. സോ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വെളിച്ചമൊന്നും ഇല്ലാതെ ഓക്കെ. ഇവിടെ കുറച്ച് പുല്ലുണ്ട്, അവിടെ വെച്ചാലും ഓക്കെ. ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
സോ ഇത് ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള എപ്പിസോഡ് നമ്പർ 5 കൂടെ കാണണം. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ എവിടെയാണ് പോകണത് എന്താണെന്നുള്ളത് ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. സത്യസായി ബാബയുടെ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോകണമെന്നുണ്ട്. അത് നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ മറ്റേ വേറൊരു ടവറും കൊണ്ടുണ്ടല്ലോ, കെൻ ടവറോ, അവിടെയും കൂടെ, എനിക്ക് ആ പേര് എക്സാക്റ്റ് അറിയില്ല, അവിടെയും പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വഴിയെ കാണാൻ പറ്റും എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ തന്നെ ഇവിടെ നിന്ന് ഓരോരുത്തർ കുറേ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആസ് ഇഫ് നൗ ഉള്ള പ്ലാൻ. ഇനി എന്തെങ്കിലും പ്ലാനിന് വല്ല മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഇത്ര തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളെല്ലാവരും സന്തോഷിച്ചിരിക്കുക. നമുക്ക് ഇതുപോലെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആക്ച്വലി വളരെ എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ബേസിക്കായിട്ട് പ്ലസ് അതിൽ നിന്നും ഒരു സ്ട്രഗിളിങ്ങിലേക്ക് പോയി, ആ സ്ട്രഗിളിൽ നിന്നും വളരെ ബേസിക് ആയിട്ടുള്ള ലൈഫിലേക്ക് വന്നു. പിന്നെ എക്സ്ട്രീം ലെവലിലൊരു ടോർച്ചറിങ് ഒക്കെ അനുഭവിച്ചിട്ട് വേറൊരു ഫേസിലേക്ക് പോയി ലൈഫ്. അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഇനിയും പറ്റുന്നു. കാരണം ഞാൻ അച്ചീവ് ചെയ്യേണ്ടതൊക്കെ അച്ചീവ് ചെയ്തിട്ട് ഒരു ലൈഫ് എത്തിയപ്പോൾ ഐ തോട്ട് ദിസ് ഇസ് മൈ ലൈഫ് എന്ന്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ നിലത്തേക്കൊരു വീഴ്ച വീണ്, ആ വീഴ്ചയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പൊതുവെ എപ്പോഴും കൈൻഡായിട്ട് തന്നെയാണ് എപ്പോഴും ഇരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ കൈൻഡ് ആവണം, കുറച്ചും കൂടെ ഈ യൂണിവേഴ്സിനെ ഞാൻ ലവ് ചെയ്യണം, എന്നാലേ എന്നെ യൂണിവേഴ്സ് തിരിച്ച് ലവ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സെറ്റപ്പിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ ഒരു പല വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, യു ക്യാൻ ഡു ഇറ്റ്. ട്രസ്റ്റ് മീ, യു ക്യാൻ ഡു ഇറ്റ്. ഇവിടെ വരണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വരണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വരാവുന്നതേ ഉള്ളൂ. നമ്മളൊരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതത്രയേ ഉള്ളൂ. എന്താണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, ആൻഡ് അതിനു വേണ്ടി എപ്പോഴും നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ 1-2 അവസരങ്ങൾ മിസ്സായാലും പിന്നെ ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി വരും. ബിക്കോസ് നിങ്ങൾ ജെന്യുവൻ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗോള് വീഴും, നിങ്ങളുടെ പോസ്റ്റിൽ തന്നെ ഗോള് വീഴും. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നാളത്തെ വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ഐ റിയലി ലവ് യു. ലവ് യു ഓൾ. നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങൾ തരുന്ന കുറച്ച് പേര് എനിക്ക് ഇപ്പോൾ എനിക്ക് വരുന്ന തെറി വിളി, എൻ്റെ പൊന്നേ ബെറ്റർ ആളെ കഴിക്കില്ല, പച്ചത്തെറിയൊക്കെയാണ് എനിക്ക് കമൻസിൽ ഇപ്പോൾ വരുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് അത്രയും ഹെയ്റ്റ് പിന്നെ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനിടയിലും എന്നെ സ്നേഹിക്കുന്ന ഒരു ഇച്ചിരി പേരുണ്ട്. ആ ഇച്ചിരി പേരുടെ സ്നേഹം മതി. എൻ്റെ ഓവർ ഷോ കാണിക്കുന്നതും എൻ്റെ ഇത്രായ്പ് കാണിക്കുന്നതും, ഞാൻ അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ എന്നൊരു ഹ്യൂമൻ ബീയിങ്, അതൊരു ഞാനെന്നൊരു ഹ്യൂമൻ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ സ്നേഹവും കരുതലും ഒക്കെ തന്നെ എനിക്ക് ധാരാളം മുന്നോട്ട് ജീവിക്കാൻ. അതൊക്കെ തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. സോ ഇനിയും തുടർന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നാളത്തെ എപ്പിസോഡിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു, മാസലാമ.